യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ വാശിയേറിയ മത്സരത്തിനാണ് കൊടുങ്ങല്ലൂരിൽ കളമൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാകുകയാണ് ഒ.ജെ. ജനീഷ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കൊടുങ്ങല്ലൂരിൽ അരാഷ്ട്രീയ കക്ഷിയായ 2020-ക്ക് യാതൊരു പ്രാധാന്യമില്ലെന്ന് ഒ.ജെ. ജനീഷ് പറയുന്നു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ജനീഷിനൊപ്പമുള്ളത്. ഏതായാലും സ്ഥാനാർത്ഥി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഞങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന പ്രതികരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓരോ നിമിഷവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. എതിരാളി വളരെ ശക്തനാണ്. മുൻ മന്ത്രി VK രാജൻ്റെ മകൻ എന്നുള്ള നിലയിലടക്കം വളരെ മണ്ഡലവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മത്സരം തന്നെ CPI-ക്കകത്ത് പോലും വലിയ ആശയക്കുഴപ്പത്തിന് ശേഷം ഉണ്ടായ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഇപ്പോൾ 2 തവണയ്ക്ക് ശേഷം മൂന്നാമത് ഒരു അവസരം ഉണ്ടായത് CPI-ക്കകത്ത് സ്ഥാനാർത്ഥിത്വത്തിലൊരു സമവായം എത്താൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി എത്തിയ ഒരു ഇളവാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രവർത്തനങ്ങളോ മണ്ഡലത്തിനകത്ത് നടന്നതിൻ്റെ ഒരു റിസൾട്ടായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കാര്യം, 2020 എന്ന് പറയുന്ന NDAയുടെ സഖ്യകക്ഷിയാണ് ഇവിടെ മത്സരരംഗത്തേക്കുള്ള മൂന്നാമത്തെ കക്ഷി. 2020-ക്ക് ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്? ത്രികോണ മത്സരത്തിൽ ഒരു ഛായ ഉണ്ടാക്കാനെങ്കിലും കഴിയുമെന്ന് തോന്നുന്നു. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ സംഘടന എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്കൊരു രാഷ്ട്രീയ നിലപാട് കേരളത്തിനകത്ത് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു പാൻ കേരള പൊളിറ്റിക്സിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ പൊളിറ്റിക്സിൻ്റെ ഭാഗമായോ ഒരു രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളൊക്കെ നിരന്തരം കാണുന്നതാണല്ലോ. പിന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഭോപ്പാലിലും ഒക്കെ തന്നെ അവിടെ ക്രൈസ്തവ മതവിശ്വാസികൾ ആക്രമിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ നിരന്തരം കണ്ടതാണ്. അവിടങ്ങളൊക്കെ അത്തരത്തിലൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ 2020-ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുണ്ടായിട്ടുണ്ടോ? അവരേതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ പാർട്ടി ഇപ്പോൾ പോയി ചേർന്നിരിക്കുന്ന ആരുടെ കൂടെയാണ്? NDAയുടെ ഭാഗമായി ഘടകകക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് അവർക്കൊരു വേരുകളില്ല, അവർക്ക് അങ്ങനെ പ്രവർത്തന പരിചയവുമില്ല. ഈ നിയോജകമണ്ഡലത്തിനകത്ത് ഒരു കമ്മിറ്റികൾ പോലും കൃത്യമായി ഇല്ലാത്ത ഒരു സംഘടനയ്ക്ക് ആ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് പോലും വലിയ ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊടുങ്ങല്ലൂരിലെ ഒരു പ്രത്യേകത, NDA ക്യാമ്പിൽ വലിയ തർക്കങ്ങളും അസ്വസ്ഥതകളുമുണ്ട്. LDF-ന്റെ ക്യാമ്പിലും സമാനമായ രീതിയിൽ തന്നെ വലിയ തർക്കങ്ങളും അസ്വസ്ഥതകളുണ്ട്. എന്നാൽ UDF-ന്റെ ക്യാമ്പ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് മാത്രമല്ല, ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ ആവേശത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് ഈ മണ്ഡലത്തിലെ UDF പ്രവർത്തകരുടെ ഉറച്ച ബോധ്യം. സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം നമ്മൾ കണ്ടു കഴിഞ്ഞു. മണ്ഡലം തിരികെ പിടിക്കും, വികസന മുരടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഒ.ജെ. ജനീഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.